ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് രാഹുൽ വയനാടിന്റെ മണ്ണിൽ കാലുകുത്തിയത്. അണികൾ ആവേശോജ്വലമായ വരവേൽപ്പാണ് രാഹുലിന് നൽകിയത്. 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കുമെന്നാണ് അണികൾ പറയുന്നത്. CPM-നും BJP-ക്കുമുള്ള മറുപടിയാണ് രാഹുലിന്റെ വരവെന്നാണ് വിലയിരുത്തൽ. രാഹുൽ വന്ന സമയത്ത് വയനാട് റോഡിന്റെ ഇരു സൈഡിലും അണികൾ തങ്ങളുടെ പ്രിയ നേതാവിനെ വരവേൽക്കുമ്പോൾ വയനാട് ഇതുവരെ കാണാത്ത ജനക്കൂട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. രാഹുൽ മാസല്ല കൊലമാസെന്നാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരും പറഞ്ഞത്. വലിയ ജനപങ്കാളിത്തമാണ് വയനാട്ടിൽ രാഹുലിന് ലഭിച്ചത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് രാവിലെ 11:30 വയനാട് കളക്ടറേറ്റിലെത്തിയാണ് രാഹുൽ ഗാന്ധി കളക്ടർ AR അജയ്കുമാറിന് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്നു. പത്രിക സമർപ്പിച്ചതിന് ശേഷം കൽപ്പറ്റയിൽ രാഹുലിന്റെ റോഡ് ഷോ ആരംഭിച്ചിരുന്നു. സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് നേരത്തെ നിശ്ചയിച്ച പ്രദേശത്തു നിന്ന് മാറിയാണ് റോഡ് ഷോ നടത്തിയത്. 11 മണിയോടെ കൽപ്പറ്റ SKMJ സ്കൂൾ മൈതാനിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ രാഹുലിനെ വരവേൽക്കാൻ കനത്ത ചൂടിലും ആയിരങ്ങളാണ് എത്തിയിരുന്നത്. തുറന്ന വാഹനത്തിലാണ് പത്രിക സമർപ്പിക്കുന്നതിനായി അദ്ദേഹം കളക്ടറേറ്റിലേക്ക് എത്തിയത്. കൽപ്പറ്റയിൽ 2 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ നടന്നത്. തുടർന്ന് തിരിച്ച് കരിപ്പൂരിലെത്തി രാഹുൽ പ്രചരണ പരിപാടികൾക്കായി നാഗ്പൂരിലേക്ക് പോകും. പ്രിയങ്ക ഡൽഹിയിലേക്ക് മടങ്ങും. കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം രാഹുൽ എത്തുന്നതിന് മുമ്പേ വയനാട്ടിലെത്തി ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. രാവിലെ 10:45 കോഴിക്കോട് വിക്രം മൈതാനിയിൽ നിന്ന് അദ്ദേഹം വയനാട്ടിലേക്ക് തിരിച്ചത്. 10:30 കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നിറങ്ങിയ രാഹുൽ സമീപത്ത് കൂടി നിന്നവരുടെ അടുത്തേക്ക് അപ്രതീക്ഷിതമായി കാറിൽ നിന്നിറങ്ങിയത് പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിൽ ഇളകി മറിഞ്ഞാണെന്ന് കൽപ്പറ്റ നഗരം. തുറന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കൊപ്പം ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, പാണക്കാട് സൈദലി തങ്ങൾ, ജോസ് കെ മാണി, അനൂപ് ജേക്കബ്, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് എന്നിവരും ഉണ്ടായിരുന്നു. വയനാട് കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം പ്രധാന ഗേറ്റ് വഴിയാണ് രാഹുലിന്റെ വാഹനം പുറത്തേക്ക് വന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരും ഈ സമയം രാഹുലിനെ കാണാനായി റോഡിന് ഇരുവശവും കാത്തിരിപ്പുണ്ടായിരുന്നു. വയനാട്ടിലെ UDF പ്രവർത്തകരെ കൂടാതെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നും തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന്റെ വയനാടൻ അരങ്ങേറ്റം ആഘോഷമാക്കാനെത്തിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം തന്നെ ആവേശത്തോടെ മുസ്ലിം ലീഗ് പ്രവർത്തകരും ആഘോഷങ്ങളിൽ പങ്കുചേർന്നതോടെ കൽപ്പറ്റ നഗരം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി. SPGയും കേരള പോലീസും തണ്ടർബോൾട്ടും ചേർന്ന് കർശന സുരക്ഷയാണ് രാഹുലിനും പ്രിയങ്കയ്ക്കും ഒരുക്കിയത്. യാത്രമധ്യേ പലയിടത്തും രാഹുൽ സുരക്ഷാ വലയം ഭേദിച്ച് പ്രവർത്തകരുടെ അടുത്തേക്ക് വന്നത് ആവേശം ഇരട്ടിപ്പിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അത് തലവേദനയായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും വയനാട് ഇതുവരെ കാണാത്ത ജനസാഗരത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി പഴശ്ശിയുടെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അതൊരു പുതിയ ചരിത്രത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും കടുത്ത മത്സരം തന്നെയാകും വയനാട്ടിൽ നടക്കുന്നതെങ്കിലും അണികൾ പറയുന്നത് പോലെ 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിച്ചു വരുമോ എന്നത് മെയ് 23 തീരുമാനിക്കപ്പെടുന്നത്. അതുവരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.